ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ കേരള റൈസാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞങ്ങൾ പൊന്നിയരിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇന്ന് വന്ന് കേരള റൈസ് ഇന്ന് ചോറ് വെക്കുന്നു. ഞാൻ വന്ന് കുക്കറിനകത്താണ് ഇന്ന് ചോറ് വെക്കുന്നത്. അരി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ചോറ് വെക്കുന്നത്. അപ്പം ചോറ് വെക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ മെത്തേഡാണ് പറയുന്നത്. ഇന്ന് സൺഡേ ആണ്. ഞാൻ മീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ മീറ്റ് നല്ലപോലെ കഴുകി അതിനകത്ത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇനി ഇതെല്ലാം കൂടി ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മല്ലിപ്പൊടി ലാസ്റ്റിലേ ഞാൻ ചേർക്കത്തുള്ളൂ. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തൊരു അരമണിക്കൂർ നമുക്ക് വെക്കാമേ. ഇതുപോലെ എല്ലാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് ഇനി ഇത് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. നമ്മുടെ ചോറ് കുക്കറിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ. നോക്കൂ, നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഊറ്റാൻ പോവുകയാണേ. അങ്ങനെ നമ്മുടെ കേരള റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിലല്ല, 2 വിസിൽ നിങ്ങൾക്ക് അടിച്ചമച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോട് വച്ചമച്ച് ഗ്യാസ് ഓഫാക്കിയിടണം. കുക്കറിനകത്തെ ആ സ്റ്റീം കൊണ്ട് അതങ്ങ് വെന്തോളൂ. അങ്ങനെ നമ്മുടെ ഇവിടെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് തേങ്ങ കൊത്ത്, കരിയാപ്പില, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പൊതിച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഴയാണ്. ഇവിടെ നല്ല കാച്ചിയ മോരുണ്ട്, സാമ്പാറുണ്ട്. എനിക്ക് ഈ പൊതിച്ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറ് മെയിൻ താരം ഇതാണ്. ഇതിനകത്ത് ഞാൻ സാമ്പാർ ഒഴിക്കുവാണേ. നമ്മൾ ബീറ്റ്റൂട്ട് തോരൻ വെക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഇഞ്ചി ചേർക്കണം. നല്ല ടേസ്റ്റാണ്. ബീറ്റ്റൂട്ട് തോരനകത്തും ക്യാബേജ് തോരനകത്തും എല്ലാം ചെറിയ ഇഞ്ചി ചേർക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.